LDF എടുത്ത് കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ ആലപ്പുഴയിൽ വളരെയധികം മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി. ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് O രാജഗോപാലിന് ശേഷം തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം കഴിച്ചു. ഇപ്പോൾ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം UDF-നോടൊപ്പം കുറെ അവരും പങ്കിട്ടിട്ടുണ്ട്. പക്ഷേ കേന്ദ്രവിരുദ്ധ മനോഭാവം 18 നിയോജകമണ്ഡലങ്ങളിൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ UDF-ന് കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പതിവില്ലാത്ത രീതിയിൽ 2 മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് വളരെ വിജിലന്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അപ്രതീക്ഷിതമായ പരാജയത്തിന്റെ ഒരു കാരണം ഞങ്ങൾ ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിലുണ്ടായ വിള്ളൽ, അതാണ് ഇവിടെ ഇത്രയും ഒരു മുന്നേറ്റം BJP-ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. മുന്നോക്ക സമുദായത്തിന്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും അതുപോലെ ക്രൈസ്തവ വോട്ടുകളും അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. മുസ്ലിം വോട്ടുകളിൽ ചില നിയോജകമണ്ഡലങ്ങളിൽ LDF-ന്റെ കൂടെ നിന്നു. എന്നാൽ നമ്മൾ വിചാരിച്ചൊരു കൺസോൾട്ടേഷൻ മുസ്ലിം വിഭാഗത്തിന്റെ UDF-ന് കിട്ടിയില്ല. എന്നാൽ UDF-ന് കുറെയൊക്കെ വോട്ട് കിട്ടി. അതുകൊണ്ടാണ് ഗുരുവായൂർ 1ാം സ്ഥാനത്തെത്താൻ. ഇതിനു പുറമെ CPM-ന്റെ ഉറച്ച പല പഞ്ചായത്തുകൾ, ഇപ്പൊ മാടക്കത്തറ, ചാഴൂര്, താന്യം, ഇതൊക്കെ ഒരു ഉരുക്ക് ഓട്ട പോലെ CPM-ന്റെ നിന്ന പഞ്ചായത്തുകളിൽ BJP കടന്നു കയറി. ഞാൻ മനസ്സിലാക്കുന്ന മാടക്കത്തറ ഏതാണ്ട് 3000 വോട്ടിന്റെ ലീഡോളം BJP-ക്ക് ലഭിച്ചു. അതാണ് 1ാം ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി ലീഡ്. ഞങ്ങളുടെ അസസ്മെന്റ് 1ഉം 2ഉം ഘട്ടങ്ങളിൽ LDF-ന്റെ ലീഡും 3 മുതൽ ലാസ്റ്റ് റൗണ്ട് വരെ UDF-ന്റെ മുന്നേറ്റമാണ് ഞങ്ങൾ കണക്കാക്കിയതെങ്കിലും അതിന് ഘടകവിരുദ്ധമായി 1ാം റൗണ്ടിൽ തന്നെ BJP ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയമാണ്. സ്വാഭാവികമായിട്ടും UDF-ന് കിട്ടേണ്ട മൈനോറിറ്റി വോട്ടുകളിൽ വിള്ളലുണ്ടായപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പോയി. എന്നാൽ ഇടതുപക്ഷത്തിന് ഇത്രയും മികച്ച സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഏതാണ്ട് 12,000 വോട്ട് മാത്രമേ സുനിൽകുമാറിന് കൂടുതൽ കിട്ടി. അതായത് LDF-നെ സംബന്ധിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ സുനിൽകുമാർ. ഇനി ഇതിനും നല്ലൊരു കാൻഡിഡേറ്റ് CPM-ന് കൊടുത്താൽ പോലും ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റിന് അവർക്ക് കിട്ടാനില്ല. പക്ഷേ സുനിൽകുമാർ 5 വർഷം മന്ത്രിയായിരുന്ന തൃശ്ശൂരിൽ 3ാം സ്ഥാനത്ത്, സ്വന്തം പഞ്ചായത്തിൽ താഴെ പോയി, സ്വന്തം ബൂത്തിൽ താഴെ. ഇന്ന് മൊത്തം കാണാൻ കഴിയുന്ന ഒരു പ്രവണത അന്തർധാര, ഞാൻ ആദ്യം സൂചിപ്പിച്ച CPM BJP അന്തർധാര ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്തർധാര വലത്തോട്ടേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 ഭാഗത്തും വോട്ട് പിടിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 4 ലക്ഷത്തിൽ ശിഷ്ടം വോട്ട് UDF-ന് കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ 3,28,124 വോട്ടേ കിട്ടി. അതിന്റെ അർത്ഥം ഈ ഭാഗത്തും വോട്ട് ചേർന്ന്. അതിന്റെ മുഖ്യ കാരണം കഴിഞ്ഞ തവണ കിട്ടിയ 2 പ്രബല സമുദായങ്ങളുടെ വോട്ടുകളിൽ വന്ന വിള്ളലാണ്. അതാണ് ഞങ്ങൾ ഈ 3-28 പോകാൻ കാര്യം. അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സമുദായ വോട്ടുകൾ ഉണ്ടായിരുന്നത്, സമുദായ വോട്ടുകളുണ്ടായ വിള്ളലാണ് ഈ
ഇത്രയും താഴോട്ട് 3-28 വാങ്ങാൻ. ഏതായാലും ഈ റിസൾട്ട് വളരെ വിജിലന്റ് ആയിട്ട് UDF കോൺഗ്രസും പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും ഒരു രാഹുൽ ഗാന്ധി എഫക്ട് ഉണ്ടാവണമെന്നില്ല. കാരണം ഇത് രാഹുൽ ഗാന്ധിക്കുള്ള വോട്ടാണ്. എന്നാൽ അസംബ്ലിയും ലോക്കൽ ബോഡിയും വരുമ്പോൾ അങ്ങനെയുള്ള വോട്ടിംഗ് പാറ്റേൺ അല്ല. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് BJPയുടെ സാന്നിധ്യം കുറെ കൂടെ ശക്തമായിരുന്നു. ഇപ്പൊ അതായത് 2019 തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പോലും 2ാം സ്ഥാനത്ത് വന്നെങ്കിലും ഡിഫറൻസ് 1 ലക്ഷത്തിൽ അത്രയുണ്ടായിരുന്നു. ആകെ 7 മാത്രമേ അന്ന് BJPക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടുള്ളൂ. ഇത്തവണ ഞാൻ ടോട്ടൽ കണക്കെടുത്തിട്ടില്ല, എങ്കിലും ഇത്രയേറെ വോട്ടിന്റെ വർധനവ് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അത് UDFും കോൺഗ്രസും പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കേരളത്തിന്റെ കുറ്റം കൊണ്ടല്ലാതെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് 1 ലക്ഷം വോട്ടിനാണ് പിന്നിൽ പോയത്. അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, പാർട്ടിയിലെ ഇവിടുത്തെ പ്രതിസന്ധികളുണ്ട്. നേരത്തെ പത്മജ ആരോപിച്ചത് ചില പേരുകൾ എടുത്ത് പറഞ്ഞു കൂടിയായിരുന്നു. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞത് UDFനെ സഹായിച്ചിരുന്ന 2 പ്രബല സമുദായങ്ങളിൽ വന്ന വിള്ളൽ, അതായത് അവരെ വിശ്വാസത്തിൽ എടുക്കുന്നതിൽ UDF പരാജയപ്പെട്ടു എന്നല്ല അതിനർത്ഥം. അത് നമ്മുടെ കാൽക്കുലേഷൻ അവിടെ പാളിപ്പോയി. എന്ത്? അതായത് ഞങ്ങൾ വിശ്വസിച്ച കൺസോൾട്ടേഷൻ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിൽ ഒരു വലിയ വിഭാഗം വോട്ട് സുരേഷ് ഗോപിക്കും ചെറിയ വിഭാഗം വോട്ട് സുനിൽകുമാറിനും പോയി. അത് ആരുടെ പിഴവാണ്? സംഘടനാപരമായുള്ള ദൗർബല്യം പലയിടത്തും പാർട്ടിക്കുണ്ട്. അത് തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരത്തും കണ്ടല്ലോ. തിരുവനന്തപുരത്ത് 15,000 വോട്ടിനാണ് തെരൂര് ജയിക്കുന്നത്, 1700 വോട്ടിനാണ് അടൂർ പ്രകാശ് ജയിക്കുന്നത്. അപ്പോൾ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പാർട്ടിക്കുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഇങ്ങനൊരു സാഹചര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു കോട്ടം തന്നെയാണ്. അതിലേതെങ്കിലും വ്യക്തികളെയോ നേതാക്കളെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതെങ്ങനെ മറികടക്കാന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു. സുരേഷ് ഗോപി അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത ഒരു പ്രശ്നമുണ്ടോ? കാരണം ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനം, പ്രത്യേകിച്ച് വോട്ട് ചേർത്തും ഇതൊന്നും നേതാക്കൾ, പ്രത്യേകിച്ച് ജില്ലയിലുള്ള നേതാക്കൾ നേരത്തെ അറിയുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാവാതിരിക്കും. അല്ല, അതിലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ഒരു പാഠമുണ്ട്. ഞങ്ങൾ ഇത്രയും കാലം നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്ന് വീടുകളുടെ എണ്ണം കുറയുകയും ഫ്ലാറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. പലപ്പോഴും പല ഫ്ലാറ്റുകളിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവേശനം ഇല്ലാതെ ഒരു ഫ്ലാറ്റിൽ ചെന്ന് അഭ്യർത്ഥന കൊടുക്കാൻ ചെല്ലുകയാണ്, നിങ്ങളിവിടെ വെച്ചിട്ട് പോയിക്കോളൂ, ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ വന്നു പറഞ്ഞു. അതൊക്കെ ഭാവിയിൽ പുനഃപരിശോധിക്കണം. ഇവിടെ ഈ 50,000 പേരെ വോട്ട് ചേർത്തു എന്ന് BJPക്കാർ തന്നെ സമ്മതിക്കുന്നു. അത് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, പൊതുസമൂഹത്തിൽ വന്ന മാറ്റമനുസരിച്ച് ഈ വോട്ട് ചേർക്കുന്നതിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടതുണ്ട്. പിന്നെ 34 ബൂത്തുകളിൽ ഈ റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ടതുണ്ട് 17A. 34 ബൂത്തുകളിൽ കണക്ക് ശരിയായിരുന്നില്ല. ഞങ്ങൾ അവസാനം പരിശോധിച്ചു. അതിലൊക്കെ ജാഗ്രത കുറവ് ഉണ്ടായി. അതായത് ബൂത്ത് പ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായി. ഈ നേരത്തെ കെ കരുണാകരൻ പരാജയപ്പെട്ട സ്ഥലമാണ്, നേരത്തെ താങ്കളും പരാജയപ്പെട്ടത്, വീണ്ടും ഒരിക്കൽ കൂടെ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഈ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ 1998 ഇവിടെ നിൽക്കുമ്പോൾ കെ കരുണാകരൻ 96 പരാജയപ്പെടുമ്പോൾ അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. അത് ആ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിച്ചെങ്കിലും അദ്ദേഹം വെറും 1200 വോട്ടിന്, ഞാൻ വെറും 18,000 വോട്ടിനാണ് തോറ്റത്. അതായത് ഞാൻ അന്ന് 98 മത്സരിക്കുമ്പോൾ ഞാനൊരു ഗ്രൂപ്പിന്റെ ആളെന്നുള്ള നിലയിൽ
ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് മറുവിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വാഭാവികമൊരു വൈരാഗ്യം മനസ്സിലുണ്ടായിരുന്നു. മാത്രമല്ല പലയിടത്തും ചെന്നപ്പോഴും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിന് എന്നിട്ട് പോലും 18,000 ഒരു മൈനസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എല്ലാം അനുകൂലമായിരുന്നു. ഞാൻ മാർച്ച് 9 ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ട് മാർച്ച് 9 വന്നിറങ്ങിയത് മുതൽ ഇലക്ഷൻ കഴിഞ്ഞ അന്ന് വരെ ഒരിടത്തും ഒരു നെഗറ്റീവായിട്ടുള്ള ട്രെൻഡ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ സ്ഥാനാർത്ഥി പര്യടനം നടത്തുമ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിൽ കഴിഞ്ഞ ഈ ഇലക്ഷനിലെ സ്ഥാനാർത്ഥി പര്യടനം അങ്ങനെ നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്. അദ്ദേഹം ചില കുടുംബയോഗങ്ങൾ മാത്രമേ പങ്കെടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മത്സരം UDF LDF തമ്മിലാണ് എന്നുള്ളൊരു പ്രതീതിയായി. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പൂരം മുതൽക്കാണ് കാര്യങ്ങൾ പാളാൻ തുടങ്ങിയത്. തൃശ്ശൂർ പൂരം സർക്കാരിനെതിരായി. അത് യൂട്ടിലൈസ് ചെയ്യാൻ UDFന് കഴിഞ്ഞില്ല. പക്ഷെ UDF അങ്ങനെ പൂരം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് അന്ന് അധികം പറയാതെ. പക്ഷെ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, ഇത് കമ്മീഷന്റെ പ്രവൃത്തി ആരെയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ അത് ഫലവത്തായി. അന്ന് പറഞ്ഞു ആ നടപടി BJPക്ക് വളരെയധികം ഗുണം. അതിന്റെ പിന്നിൽ മുരളിയേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡീലിന്റെ ഭാഗമുണ്ട്. കമ്മീഷണർ ഡീലിന്റെ ഭാഗമായി മാറിയതാണോ? തീർച്ചയായും കമ്മീഷണർ LDFന്റെ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് അത് പ്രവർത്തിച്ചു. പക്ഷെ അതിന്റെ ഗുണം പോയത് BJP. തൃശ്ശൂരിലേക്ക് ഇനി വരുമോ? ഇനി ഒരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. കാരണം ഈ മത്സരിക്കാനൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടുനിന്നു. പൊതുരംഗത്തുനിന്ന് വിട്ടുകയാണ്. പൊതുരംഗത്ത് കുറച്ചു കാലം വിട്ടുനിന്നു. അതൊരു മറ്റേ ഒരു വനവാസത്തിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടോ? അല്ല, അതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. തൽക്കാലം ഒന്നിലേക്കുമില്ല. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറിപ്പ് ചീട്ടുന്ന നിലയ്ക്കാണ് താങ്കൾ ഇവിടെ വരുന്നത്. നേരത്തെ ഞാനിപ്പോ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ ഇലക്ഷനിൽ എനിക്ക് ആ ഒരു പ്രയാസം ഉണ്ടായ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആ ഒരു DK ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് നേതാക്കൾ, ഇപ്പൊ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കള് വേണ്ടത്ര പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് നൽകിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റാവും. രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയ്സൺ കാരണം വരാനില്ല. പക്ഷെ മറ്റ് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. നേതാക്കൾ ബോധപൂർവം വിട്ടുവന്നു എന്ന് പറയില്ല. കാര്യമില്ല. നേതാക്കൾ പ്രചരണരംഗത്ത് നിന്ന്, അതായത് ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ പ്രചരണത്തിൽ വിട്ടു എന്ന് പറയാലോ അല്ലെ? അതെ അതെ. അപ്പൊ ഇത് എത്ര കാലത്തേക്ക് ഇപ്പൊ നമ്മള് പൊതു രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം? പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കില്ല. കാരണം സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാരുമായിട്ട് ഞാൻ മാറി ഷാഫി വന്നപ്പോ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ. നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ. മത്സരരംഗത്തും ഇല്ല ഇനി മത്സരരംഗത്തില്ല. ഈ നേരത്തെ ചോദിച്ച പോലെ ഇങ്ങനെ ഒരു തുറുപ്പ് ചീട്ട നൽകിയാണ് താങ്കൾ തൃശ്ശൂർ വരുന്നത്. വലിയൊരു ഓളം ഉണ്ടായിരുന്നു അന്ന് റെയിൽവേ സ്റ്റേഷനിൽ. അതായത് എന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യവും. അപ്പോൾ വ്യക്തിപരമായി താങ്കളുടെ പ്രശ്നം കൊണ്ടല്ല ഈ മത്സരത്തിൽ പരാജയപ്പെടുന്നത്. അപ്പോൾ താങ്കൾ എനിക്ക് അതിലൊരു പങ്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് സംഘടനാ തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാവില്ലേ? അല്ലെങ്കിൽ താങ്കളെ പോലെ ഒരാൾ വരുന്നു, ഭയങ്കര ക്രൗഡ് പുള്ളർ എന്ന നിലയ്ക്ക് വരുന്നു, ഒരുപാട് ആളുകൾ വരുന്നു, പല ആളുകളും വിട്ടുനിന്ന പല ആളുകളും താങ്കൾക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടാവുന്നു. പക്ഷെ എന്നിട്ടും വിജയിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് ഒരു പങ്കുണ്ടാവില്ലേ? എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറെ പ്രയാസത്തിലാണ്. അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നു. അതല്ല അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല. ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ല.
നിയമത്തെ കഷ്ടപ്പെട്ടിട്ടാണ് BJPയുടെ അക്കൗണ്ട് കൂട്ടി. ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലും അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്ക്. വലതുഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ച ഇടതുഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ച ഒരു അന്തർധാര ഇത്തവണ വലതുഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് അത് സൂചിപ്പിച്ചു. അതെ, രണ്ട് ഭാഗത്തും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു അടിയൊഴുക്ക് ഉണ്ടായെന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? അടിയൊഴുക്കുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ BJP ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ 75,000 വോട്ട് ജയിച്ചു? അതായത് ഈ കലാശക്കൊട്ടിന് അന്ന് രാവിലെ ഒരു റോഡ് ഷോ പ്ലാൻ ചെയ്തിരുന്നു. ആളില്ലാത്തതിന്റെ പേരിൽ അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി. അപ്പൊ ഈ ജില്ലാ കലാശക്കൊട്ടിന്റെ സമയത്ത് കലാശക്കൊട്ടിലേക്ക് വേണ്ടി എല്ലാവരും മാറ്റിവെച്ചു. കലാശക്കൊട്ട് ഒട്ടും മോശമായിട്ടില്ലല്ലോ. അല്ല, രാവിലെ നടക്കേണ്ട പക്ഷെ അതുകൊണ്ട് രാവിലെ ഞാൻ അതുകൊണ്ട് വെറുതെ ഒരു പൈലറ്റിനെ വെച്ചിട്ടല്ല പോകേണ്ടത്. അത്രയും സമയം തൃശ്ശൂർ ടൗണിൽ തന്നെ പലയിടത്തും നേരിട്ട് വോട്ടർമാരെ കാണാൻ സമയം മാറ്റിവെച്ചു. അല്ല, അതിന്റെ മെച്ചമുണ്ട്. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്ത് വന്നല്ലോ. അതില് 2ാം സ്ഥാനത്ത് വന്നതിൽ കുറെ അധ്വാനം തേറമ്പിൽ രാമകൃഷ്ണൻ കുറെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ താല്പര്യം എടുത്തുകൊണ്ടാണ് തൃശ്ശൂരെങ്കിലും 2ാം സ്ഥാനത്ത് വന്നത്. ഇരിഞ്ഞാലക്കുടയും 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഗുരുവായൂര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്നു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ മുതൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും മുതൽ KM ഷാജി വരെ എല്ലാ നേതാക്കന്മാരും എനിക്ക് വേണ്ടി പ്രചരണം നടത്തി. അത് മഹാഭൂരിപക്ഷം ഗുരുവായൂരാണ് വന്നത്. അതിന്റെ മെച്ചം ഗുരുവായൂർ 1ാം സ്ഥാനം. ഇനിയിപ്പോ മുരളിയുടെ നേരത്തെ പറഞ്ഞല്ലോ ഈ പൊതുപ്രവർത്തനത്തിന് വിട്ടേക്കാന്ന്. ഇനി കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റികളിലും മുരളിയേട്ടൻ പങ്കെടുക്കാൻ പോവില്ല. ഇനി ഞാൻ പോകുന്നു. ഞാൻ ആരെയും കുറ്റം പറയാൻ ഞാനില്ല. എന്തിനാ വെറുതെ നമ്മളെ ഇലക്ഷനിൽ തോറ്റു എന്ന് വിചാരിച്ചിട്ട് എല്ലാ നേതാക്കന്മാരും ഇത്രയും കാലം പാർട്ടിയിൽ നിന്നാൽ എത്ര ആനുകൂല്യം കിട്ടി? 4 തവണ ജനങ്ങൾ തെരഞ്ഞെടുത്ത MP ആയിട്ട് 2 തവണ MLA ആയിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ അപ്പൊ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കും തൽക്കാലം. കോൺഗ്രസുകളുടെ ബന്ധം ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ എന്നും കോൺഗ്രസ്സുകാരനായിരിക്കും. സാധാ പ്രവർത്തനമായിട്ട്. അതായത് ഇപ്പൊ മുൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ നിരവധി കമ്മിറ്റികളിൽ അംഗമാണ്. പല കമ്മിറ്റികൾ കോൺഗ്രസിന്റെ ഉന്നതതലമായ കമ്മിറ്റികൾ തൽക്കാലം ഒന്നിലേക്കും ഇല്ല. തൽക്കാലം ഒന്നിലേക്കില്ല. പാർട്ടി പ്രവർത്തനത്തിലേക്കില്ല. ഇല്ല, തൽക്കാലത്തേക്കില്ല.